സിനിമയിലെ ഈ പറയുന്ന വയലൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വാദം എടുക്കാമെന്നുണ്ടെങ്കിൽ അതിലെ നല്ല കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യണ്ടേ? കൊന്നു കളഞ്ഞ ഒരു പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ആ പാർട്ടിയിലുള്ളവരെല്ലാവരും പറയാണ് സിനിമ മാത്രമാണ്, അല്ലെങ്കിൽ സിനിമയിലൂടെയുള്ള ഒരുപാട് വയലൻസ് സീൻസാണ് എന്തുണ്ടാക്കുന്നതെന്ന്, കുട്ടികളുടെ ഉള്ളിൽ വയലൻസ് കുത്തി നിറയ്ക്കുന്നതെന്നുള്ളത്. അതായത് ഈ കഴിഞ്ഞ 5 വർഷമായിട്ടല്ല ബ്രൂട്ടൽ വയലൻസ് എന്ന് പറയുന്ന സാധനം സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണോ? എൻ്റെ അറിവിലല്ല കേട്ടോ. രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്ന് പറയുമല്ലോ, അതിനു വേണ്ടിയുള്ള കൊലപാതകങ്ങൾ നടക്കാത്ത സംസ്ഥാനമൊന്നും അല്ല കേരളം. യെസ് ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു ആൻഡപ്പൻ ടോക്കീസ്. അപ്പോൾ വയലൻസും കേരളവും എന്നുള്ള ഒരു വിഷയം സംസാരിക്കാനാണ് ഈ ലോങ് ഫോർമാറ്റ് വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഈ വീഡിയോ ഇങ്ങനൊരു വീഡിയോ ചെയ്യരുതെന്ന് മനസ്സുകൊണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ്, അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് വരുന്നതാണ്. പക്ഷേ ചില സമയത്ത് ഈ മീഡിയയിലുള്ള കുറച്ച് ആൾക്കാരാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ചില മീഡിയ ചർച്ചകളാണെങ്കിലും, ചില പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും, ചില പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ പറച്ചിലാണെന്നുണ്ടെങ്കിലും നമ്മളെ കൊണ്ട് ഈ വീഡിയോ ഒക്കെ ചെയ്യിപ്പിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ആദ്യം ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ കാര്യം തന്നെ എടുത്ത് നോക്കാം. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളത്തിൻ്റെ സിറ്റുവേഷൻ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ പൊളിറ്റിക്കൽ കൊലപാതകങ്ങൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്ന് പറയുമല്ലോ, അതിനു വേണ്ടിയുള്ള കൊലപാതകങ്ങൾ നടക്കാത്ത സംസ്ഥാനമൊന്നും അല്ല കേരളം. ആൻഡ് അതിൽ ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ളൊരു സംഭവം തന്നെ നമ്മുടെ ഈ അടുത്തെന്ന് പറയാം, അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു ആളുടെ ഐഡിയോളജി പറഞ്ഞതിൻ്റെയും അത് പ്രചരിപ്പിച്ചതിൻ്റെയും പേരിൽ അദ്ദേഹത്തിൻ്റെ മുഖം 51 പ്രാവശ്യം വെട്ടി വികൃതമാക്കി കൊന്നു കളഞ്ഞ ഒരു പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ആ പാർട്ടിയിലുള്ളവരെല്ലാവരും പറയാണ് സിനിമ മാത്രമാണ്, അല്ലെങ്കിൽ സിനിമയിലൂടെയുള്ള ഒരുപാട് വയലൻസ് സീൻസാണ് എന്തുണ്ടാക്കുന്നതെന്ന്, കുട്ടികളുടെ ഉള്ളിൽ വയലൻസ് കുത്തി നിറയ്ക്കുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ പാർട്ടി മാത്രമാണെന്നുള്ളത്. ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു തൊമ്മൻ ഭേദമാണോ നോക്കിയാൽ ആരുമില്ല. അതാണ് അതിൻ്റെ ഒരു സത്യമായ അവസ്ഥ. ഇനി ഞാൻ അതിലേക്കൊന്നും കയറുന്നില്ല. പക്ഷേ ഈ പൊളിറ്റിക്കൽ പാർട്ടീസ്, അത് ഇന്നവരെന്നൊന്നും ഇല്ല കേട്ടോ, എല്ലാവരും കണക്ക് തന്നെയാണെന്നുള്ളതാണ്. അവരെല്ലാവരും നമ്മുടെ സമൂഹത്തിന് തന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജ് എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് കാര്യമായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിഷമം വരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരു പാർട്ടിയും മുന്നോട്ട് കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പാർട്ടിക്കാർ, ഇങ്ങനെയുള്ള പാർട്ടിക്കാർ, എസ്പെഷ്യലി സിനിമയിലെ വയലൻസ് ആണ് പിള്ളേരുടെ ഇടയിൽ ഈ പറയുന്ന പോലുള്ള സംഭവങ്ങൾക്കൊക്കെ വലിയ കാരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുറച്ചൊക്കെ കോമൺ സെൻസ് ഉള്ളവന് ചിരിച്ച് പുച്ഛിക്കാനുള്ള ഒരു അവസരം മാത്രമാണ് എന്നുള്ളതാണ് കേട്ടോ. ഇനി അതിനെ മാറ്റിവെക്കാം. നമ്മുടെ തന്നെ ചുറ്റുപാടുള്ള, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ അറിഞ്ഞോ അറിയാതെയോ നിനക്ക് കിട്ടുന്ന പ്രിവിലേജോ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജോ ആണ് നിനക്ക് ഏതെങ്കിലും ഒരു മതം ഉണ്ടാവുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് തന്നെ പല ഇൻസിഡൻസ് എടുത്ത് നോക്കിയാലും ഏറ്റവും കൂടുതൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ എങ്ങനെയുള്ള അറ്റാക്സ് എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ പേരിലാണ്. ദൈവം തന്നെ ഒരു വലിയൊരു വില്ലൻ എന്നുള്ള ക്യാരക്ടറിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന പോലെയുള്ള സംഭവങ്ങൾ ആക്ച്വലി ദൈവത്തിൻ്റെ പേരിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എന്നിട്ടും ഈ മതപരമായിട്ടുള്ള ആൾക്കാരുടെയും പല സ്ഥലങ്ങളിലും ഞാൻ കേട്ടിട്ടുള്ള ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ, സിനിമയിലെ വയലൻസ് ഈ മതപുസ്തകങ്ങളിലും മതകേന്ദ്രങ്ങളിലും കൊലപാതകങ്ങളും ബാക്കി സാധനങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. സ്വന്തം കുടുംബത്തിനെതിരെയുള്ള ഫൈറ്റിനെ കുറിച്ച് വരെ അടക്കം പറഞ്ഞിട്ടുണ്ട് പലതിലും. എന്നിട്ടും അതൊന്നും ഒരു പ്രശ്നമില്ല, സിനിമയിൽ വരുന്നതാണ് പ്രശ്നം. ഇവിടെ ഞാൻ സിനിമയെ വൈറ്റ് വാഷ് ചെയ്ത് സിനിമയിൽ കാണിക്കുന്നതെല്ലാം ശരിയാണ് എന്നുള്ളതല്ല. പക്ഷെ ഇന്ന് ജഗദീഷ് ഇന്നലെയൊക്കെ ആയിട്ട് ഞാൻ കണ്ടത് ഇന്നാണ്, ആ പോസ്റ്റ് കണ്ടത് ഇന്നാണ്. സിനിമയിലെ ഈ പറയുന്ന വയലൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വാദം എടുക്കാമെന്നുണ്ടെങ്കിൽ അതിലെ നല്ല കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യണ്ടേ? അല്ലാതെ ഈ ചീത്ത മാത്രമേ ഒരാളിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സിറ്റുവേഷനെ അങ്ങ് മൂടി വെക്കാനായിട്ട്, അല്ലെങ്കിൽ അതിനെ അങ്ങ് മാറ്റാൻ വേണ്ടി മാത്രമുള്ള ഒരു ചെറിയ സെറ്റപ്പാണ് എന്നുള്ളതാണ്. ഇനി ഇപ്പോൾ നിലവിൽ കേരളത്തിൽ പലരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ കുഴപ്പം, അവൻ എക്സാം എഴുതാം, അവന് ബാക്കി കാര്യങ്ങളുണ്ടോ? ഇപ്പം ഗ്രീഷ്മ പറഞ്ഞൊരു ഡയലോഗാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ എല്ലാവരും പറഞ്ഞു പോകുന്നതായിട്ട് എനിക്ക് തോന്നി. അതായത് ഇപ്പം എൻ്റെ വയസ്സ് ഇത്രയും, ഇനിയിപ്പോൾ ഒരു 36 വയസ്സാകുമ്പോഴേക്കും ശിക്ഷ കഴിഞ്ഞ് എനിക്ക് ഇറങ്ങാൻ പറ്റും, അത് കഴിഞ്ഞാണെങ്കിൽ ഞാൻ ജീവിച്ചോളാം. യെസ്, ലോ
തെറ്റാണെന്നല്ല, പക്ഷെ എവിടെയൊക്കെയോ ഒരു ചെറിയ പ്രിവിലേജ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചൂടെ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു തോട്ട് ആക്ച്വലി കൊടുക്കുന്നുണ്ടെന്നുള്ളതൊരു വലിയ സത്യം തന്നെയാണ്. അപ്പം ഇനി അതൊക്കെ പോരാണ്ട് നമ്മുടെ കുട്ടികളെ, ഈ പറയുന്ന ജനറേഷൻ ആയാലും ഇപ്പോൾ നിലവിലുള്ള യങ് ആയിട്ടുള്ള ജനറേഷന് വേണ്ടിയിട്ട് ഒരുപാട് സംഘടനകൾ, കമ്മീഷൻസ് ഒക്കെ ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ത് കോപ്പിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം ഇതിനൊക്കെ എടുത്ത് വലിച്ചെറിയണം. കാരണം കൃത്യമായി അതാത് കാലഘട്ടത്തിലുള്ള പിള്ളേർക്ക് അല്ലെങ്കിൽ ആ ജനറേഷന് വേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജിയും അതിനനുസരിച്ചുള്ള കാര്യങ്ങളും കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇത്രയും കോടി രൂപ കളഞ്ഞ് ഇതുപോലെ ഓരോ കമ്മീഷനും ബാക്കി സാധനങ്ങളും ഒക്കെ ഇവരുടെ സംരക്ഷണയ്ക്ക് വേണ്ടിയാണ്, ഇവരുടെ ഉത്ബോധിപ്പിക്കാനാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് വെക്കുന്നത്? എനിക്ക് മനസ്സിലാവണം. അതിനൊന്നും ഒരു ആവശ്യമില്ല, എടുത്ത് കളയാൻ നോക്ക്. ഇപ്പോൾ കളഞ്ഞാലും കളഞ്ഞില്ലെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലാത്തതൊക്കെ ഏകദേശം ഒരേപോലെയുള്ള ഒരു സിറ്റുവേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ പറ്റണം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ കുറച്ച് റീസൺസ് പറയാം. പാരൻസ്, ടീച്ചേഴ്സ്, എഡ്യൂക്കേഷൻ സിസ്റ്റം, അതുപോലെ തന്നെ ലോ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനി അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസ് ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്, റിലീജിയൻ ആൻഡ് അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യപ്പെടാവുന്നതാണ് സിനിമ എന്നുള്ളത്. ഇതിൽ ഞാൻ സിനിമയെ ഏറ്റവും ലാസ്റ്റ് വെക്കാനുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ കാലങ്ങളായി മലയാളത്തിൽ മാത്രമല്ല ഒരുപാട് ബ്രൂട്ടൽ വയലൻസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കഥകൾ സിനിമകളിൽ സംസാരിക്കപ്പെടുന്നുണ്ട്. അതായത് ഈ കഴിഞ്ഞ 5 വർഷമായിട്ടല്ല ബ്രൂട്ടൽ വയലൻസ് എന്ന് പറയുന്ന സാധനം സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണോ? എൻ്റെ അറിവിലല്ല കേട്ടോ. എത്രയോ കാലങ്ങളായി ഈ ബ്രൂട്ടൽ വയലൻസ് പ്രസൻറ്റ് ചെയ്ത രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്നുള്ളത് മാത്രമേ സിനിമയിൽ സംഭവിച്ചിട്ടുള്ളൂ. അത് കാലഘട്ടത്തിനനുസരിച്ച് ടെക്നോളജിയുടെയും ബാക്കി സംഭവങ്ങളിലും പ്രസൻറ്റേഷനിൽ വന്നിട്ടുള്ള ഡിഫറൻസും ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്നോളജി വൈസായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്നതിലും ഉള്ളതാണ്. ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള മൂവി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റലിയിൽ റിലീസായിട്ടുള്ള, എനിക്ക് അതിൻ്റെ പേര് ഓർമ്മയില്ല, പക്ഷെ എന്നാലും 1980 എൻ്റെ ഓർമ്മ. ഞാൻ എവിടെയോ അത് ഏതോ ഒരു ഇതിലിരുന്നപ്പോൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ മൂവിയാണ്. അപ്പോൾ 1980 ഞാനന്ന് ജനിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ഈ സിനിമകളിൽ വയലൻസ് ഉണ്ടായത് ഇന്നോ ഇന്നലെയോ കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പോ ഒന്നും അല്ല, കുറേ കാലമായിട്ടുണ്ട്. സോ സിനിമയെ മാത്രം നമ്മൾ ബ്ലെയിം ചെയ്യാതെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രശ്നം, അതായത് ഒരുപാട് ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു കാര്യമാണ്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഫോണിലും ഓൺലൈൻ ഡിജിറ്റൽ ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള പല 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 സാധനങ്ങളിലുമാണ് ഇന്നത്തെ കുട്ടികൾ മുഴുവൻ നേരവും സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതൽ നേരവും സ്പെൻഡ് ചെയ്യുന്നത്. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് പറയാനായിട്ട് പാരൻസിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഒരു ടീച്ചറിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അതിന് ടീച്ചർമാർക്ക് പോലും പ്രോപ്പറായിട്ട്, ഞാൻ എല്ലാവരെയും കുറ്റം പറയില്ല, പക്ഷെ എന്നാലും ടീച്ചർമാർക്ക് പോലും പ്രോപ്പറായിട്ടുള്ള ഈ പറയുന്ന പോലെ സൈക്കോളജി പരമായിട്ടാണെങ്കിലും അല്ലാതെയും എങ്ങനെ ഒരു സ്റ്റുഡൻറ്റിന് ഇഫ് ദേ ആർ ഫേസിങ് സം ഇഷ്യൂസ് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. അതിന് അവർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു സ്ട്രാറ്റജി, പാരൻസ് ആയാലും ടീച്ചേഴ്സ് ആണെങ്കിലും ബ്ലെയിം ചെയ്യുക, കുറ്റപ്പെടുത്തുക, മറ്റുള്ളവരുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്യുക, ഇങ്ങനെ കുറേ ചെയ്യിപ്പിച്ച് അവരെ അങ്ങ് ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ച് ഈ സമൂഹം നമ്മളെ എല്ലാവരെയും ഒറ്റപ്പെടുത്തുകയാണ് എന്നുള്ള ചിന്തയിലേക്ക് തള്ളിവിടുന്ന ഒരുപാട് സംഭവങ്ങളാണ് നടക്കുന്നത്. ഇനി എഡ്യൂക്കേഷൻ സിസ്റ്റം, എൻ്റെ അറിവിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, ഞാൻ നമ്മുടെ നാട്ടിലും നമ്മുടെ ഇന്ത്യയിലും ഒക്കെ വെച്ച് സംസാരിക്കുന്നുള്ളൂ, പക്ഷെ എന്നാലും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എവിടെയെങ്കിലും എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ പറ്റി പഠിപ്പിക്കുന്നുണ്ടോ? ഇനി ഒന്നും വേണ്ട, ഒരു ജോലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമെങ്കിലും ഒരു പഠിപ്പിക്കുന്നുണ്ടോ? ഏതൊക്കെയോ കാലഘട്ടത്തിൽ ഏതൊക്കെയോ ചരിത്രവും പിന്നെ കുറേ കണക്കും കാര്യങ്ങളും മനുഷ്യ ജീവിതത്തിൽ ഒരിക്കലും ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ നമ്മളെ പഠിപ്പിക്കും. അത് കാണാതെ പഠിക്കുകയും മാർക്ക് വാങ്ങുകയും വേണം. അതൊന്നും വേണ്ടെന്നല്ല, പക്ഷേ ഇൻക്ലൂഡ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പറയുന്നത് പോലെയുള്ള നമ്മൾക്ക് എങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യണം, എന്തൊക്കെയാണ് ഇന്ത്യയിലെ നിയമങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണയുമില്ല. ഇനി പറയുന്ന പോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് ആണെന്നുണ്ടെങ്കിലും കേരളത്തിലെ കഴിഞ്ഞ കുറച്ച് സിറ്റുവേഷൻസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റാഗിങ് സംഭവത്തിൽ ഒരു കുട്ടി മരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും ആ പൊളിറ്റിക്കൽ പാർട്ടി ആ പറയുന്ന പാർട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളവനാണ് അതിനകത്ത് പ്രതിയെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആക്ഷൻസ് ആണ് കാണിച്ചു കൊടുക്കുന്നത് മുഴുവനും. അങ്ങനെ നോക്കുമ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം എന്താണ് വിചാരിക്കുക? നമ്മളിപ്പോൾ ഒരാളെ കൊന്നാലും നമ്മുടെ കൂടെ ആരുണ്ട്? ഈ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ചെയ്താലും വലിയ പ്രശ്നമൊന്നുമില്ല, ഇഷ്ട എന്നുള്ളൊരു ചിന്തയല്ലേ വരിക. ഇതെല്ലാം
കാരണങ്ങളാണെന്ന് മനസ്സിലാക്കുന്നുമില്ല, അത് അക്സെപ്റ്റ് ചെയ്യുന്നുമില്ല എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമായിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് എന്നിട്ട് എല്ലാവരും കൂടെ ഇതിന് ഒരു പ്രശ്നമായിട്ട് അവരെല്ലാം കൂടെ ഒത്തുചേർന്ന് കൈകൊട്ടി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് സിനിമേനെയാണ്. കഷ്ടം. സിനിമയിലെ വയലൻസ് യെസ്, ഒരു പരിധി വരേക്കും, ഒരു പരിധിയല്ല, ഒരു അതിലൊരു ഇൻഫ്ലുവൻസ് ഇല്ല എന്നുള്ളതൊന്നുമല്ല എൻ്റെ വാദം. പക്ഷേ അത് മാത്രമാണ് ഇന്നത്തെ സമൂഹത്തിലേക്കും വയലൻസിനെയും അല്ലെങ്കിൽ ഈ ബ്രൂട്ടാലിറ്റീനെയൊക്കെ ഭയങ്കരമായിട്ട് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ എൻ്റെ ബോധം എന്നെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, റാൻഡം ടോക്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുന്ന കാര്യം കൂടെ മറക്കരുതെന്ന് ഓർമ്മിപ്പിക്കുന്നു.